everyone, welcome back to my channel. ഞാൻ മീനലക്ഷ്മി. നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എത്ര മന്ത് ആയി എന്നുള്ളത്. ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്ട്സ് ചെയ്ത സമയത്ത് ഞാൻ ആക്ച്വലി 8th മന്തിലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ 9th മന്തിലേക്ക് കയറി 36 വീക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആകെ ആക്ച്വലി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എപ്പോഴാണ് നമുക്ക് പെയിൻ വരിക, ഹോസ്പിറ്റലിലോട്ട് ഓടേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെറ്റേണിറ്റി ഷൂട്ടാണ് കേട്ടോ. ആ ഒരു ഷൂട്ടിൻ്റെ ഒട്ടും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ആക്ച്വലി ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ തവണയും ഞാൻ പ്രഗ്നൻ്റ് ആയ ആ സമയം തൊട്ട് വിചാരിക്കുമായിരുന്നു ഹോസ്പിറ്റൽ വിസിറ്റിൽ പോകുന്ന സമയത്ത് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നടക്കുന്നില്ലായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എപ്പോഴും ഷോർട്സാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നോക്കട്ടെ, നാളെ നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കാം കേട്ടോ. ഇന്ന് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡി ആവണം. റെഡി ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനുണ്ട്. ബിക്കോസ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th മന്തിലല്ല, നമ്മൾ 7th മന്തിൽ നമ്മുടെ വളകാപ്പിന് മുമ്പായിട്ട് നമ്മുടെ ബേബിയുടെ ഹെഡ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കിപ്പോൾ കിച്ചണിലോട്ട് പോകാം. രാവിലെ എനിക്ക് ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ ഡിഷ് വാഷറിൽ നിന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടമാണ് പാത്രം കഴുകുന്നത്. പക്ഷേ അനീഷേട്ടൻ്റെ ഒരേ ഒരു നിർബന്ധത്തിൽ നമ്മൾ വാങ്ങിച്ചൊരു സാധനമാണ്. പക്ഷേ ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഡിഷ് വാഷർ. നമ്മളെല്ലാ പാത്രങ്ങളും രാവിലെ തൊട്ടുള്ളത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഓൺ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും ഫില്ലാവുകയും ചെയ്യും. എല്ലാം നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ അരിപ്പയാണ്. ഇത് ഇതുപോലൊന്നും അല്ല ഇരുന്നത്. നമ്മൾ ഈ ഒരു ഡിഷ് വാഷറിനകത്ത് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അരിപ്പയായിട്ടിട്ട്. ഇതുപോലെ ഇത് മാത്രമല്ല, നമ്മുടെ ഈ സിസേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഈ അടുക്കള യൂസ് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം ചെളിയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോകണം. നമ്മൾ മുകളിൽ പോയിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പൂൾ ഏരിയ വരുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്നോട് സ്ട്രിക്ട്ലി എൻ്റെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പ്രഗ്നൻറ്റ് വുമൻസ് ഒക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എന്ത് എക്സസൈസ് ആണെങ്കിലും ചെയ്യുക. ബിക്കോസ് ഓരോരുത്തരുടെ കണ്ടീഷൻസും ഡിഫറെൻ്റ് ആണ്. എനിക്കിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു 4-5 എക്സസൈസേ ഉള്ളൂ. അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ നടക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ക്വാട്ട്സ് ചെയ്യുക. ഒന്നേ നിങ്ങൾക്ക് സപ്പോർട്ടഡ് ആയിട്ട് സ്ക്വാട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് അല്ലാതെയും ചെയ്യാം. എനിക്കിപ്പോൾ സപ്പോർട്ട് അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഡക്ക് വാക്ക്. അത് ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബാലൻസ് കുറച്ച് കുറവായെന്ന് പറഞ്ഞാൽ അനീഷനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ടാപ്സ് ആണ്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഷൂട്ടിന് വേണ്ടി റെഡി ആവണം. അപ്പോൾ താഴെ പോയിട്ട് നമുക്ക് കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് റെഡി ആവാം. ആരും ഇതുവരെ ഈ ലിഫ്റ്റ് വന്നിട്ട് തുറന്നിട്ടില്ല കേട്ടോ. 17 തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ കുളിച്ചിട്ട് നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദോശയും ചമ്മന്തി സാമ്പാറും ഇഡ്ഡലി എല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അധികം സമയമില്ല. ഞാൻ അതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് കിടക്കാൻ പോയി. നമ്മൾ എപ്പോഴും മേക്കപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുന്നത് മേക്ക് ഷവർ ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. കുറേ നാളായിട്ട് നമുക്ക് ട്രസ്റ്റ് ഉള്ളൊരു ബ്രാൻഡാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേമറിക് ഫേസ് വാഷ്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. സ്കിന്നിൽ നല്ലപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുവേ. ഫേസ് വാഷ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാം, എന്നാൽ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസും നെക്കും ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് നനയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് സർക്കുലർ മോഷനിൽ ഈ ഒരു ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേമറിക് ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പാഡ് ഡ്രൈ ചെയ്യുക. നല്ല റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്ക് ഇത് രാവിലെയും രാത്രിയിലുമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് റേഞ്ച് ഉണ്ട്. കുറേ അധികം പ്രൊഡക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അതും കൂടെ ക്ലബ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടും.
ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടേമറിക്കിൻ്റെ പവർ ഉണ്ട്. ഇതുണ്ടല്ലോ സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടേമറിക്കിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഒന്നും പോകാതെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെ ലൈറ്റൻ ചെയ്യാൻ പറ്റും. അത് നോൺ സ്റ്റെയിനിങ് ഫോമുലയുമാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പിന്നെ ഹിമാലയയുടെ ആപ്പിലും സൈറ്റിലും അവൈലബിൾ ആണ്. സോ അത് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിനകത്ത് ത്രൂ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനൊരു കുളിയൊക്കെ കുളിച്ച് ഒന്ന് ഫ്രഷായി. ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതുപോലെ നമുക്കൊന്ന് ഫ്രഷ് ആയില്ലെങ്കിൽ നമുക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ മുകളിലോട്ട് പോകട്ടോ. മുകളിലാണ് നമ്മുടെ ഇവിടുത്തെ ജിമ്മുള്ളത്. അച്ഛനും അമ്മയും 2-3 ദിവസമായിട്ട് മുകളിൽ ജിമ്മിലൊക്കെ പോയി ത്രെഡ്മില്ലൊക്കെ ചെയ്യുന്നുണ്ട്. പനിഷനും അച്ഛനും അമ്മയും കൂടെ മുകളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാനും എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാനും മുകളിലോട്ട് പോവുക. അത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ജിമ്മ് വരുന്നത്. പക്ഷേ ജിമ്മിൻ്റെ സൈഡിലൊരു ചെറിയൊരു പാർട്ടി ഏരിയ പോലെ ഉണ്ട്. ഇവിടെ ഇതുവരെ ഒരു പരിപാടിയൊന്നും അങ്ങനെ നടന്ന് ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യനൊന്നും ചെയ്യുന്നില്ല. ട്രെയിനറാ? ഇതിനെ പാട്ടൊക്കെ വെച്ചോ? ഏത് പാട്ടാ? നമ്മൾ സാധാരണ മറ്റേ കിച്ചിക്ക് കിച്ചിക്ക് പാട്ടൊക്കെ കേൾക്കുന്നത് അല്ലേ? എത്ര കിലോ കുറയ്ക്ക വെച്ചാ? 1 കിലോ കുറഞ്ഞോ? അച്ഛനിപ്പം എത്രയായി ടൈം? 19 minutes ആയി. സ്പീഡ് അച്ഛൻ 4-ലാണ്. ഇൻക്ലിനേഷനോ എത്രയല്ല? 4-ലാണോ? 4-ൽ. അതാണ്. അമ്മ 23 മിനിറ്റായി. 4.5-ലാണ് സ്പീഡ്. ഇൻക്ലിനേഷൻ എത്ര ആണ്? 4. കൂട്ടണോ? എന്തെങ്കിലും കുറയ്ക്കണോ? നിർത്താം. 100 കാലറി കഴിയുമ്പോൾ നിർത്താം. അവിടെ 100 കാലറി. 30 മിനിറ്റ്. പക്ഷെ കുറച്ച് കുറയ്ക്കണോ? 4 ആക്കണോ? ഇന്നലെ ഞാനായിരുന്നു എല്ലാം ഞെക്കി കൊടുത്തത്. ഇന്നിപ്പോ സ്വന്തമായിട്ട് ഇരുന്ന് ഞെക്കുകയാണ്. കണ്ടോ? എല്ലാം പഠിച്ച്. അങ്ങനെ ജിമ്മെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ട്. ആക്ച്വലി ഇത് എൻ്റെ വാർഡ്രോബ് അല്ല, ഇത് അനീഷൻ്റെ വാർഡ്രോബാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു സ്പേസ് എടുത്തിട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഫുൾ അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ എല്ലാം അടുക്കാതെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് എന്താണെങ്കിലും ഇതെല്ലാം അടുക്കിയെന്ന് വെച്ചാൽ മടക്കി വെച്ചിരിക്കുക. പക്ഷെ എല്ലാം ഇങ്ങനെ പല തട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്നൊന്ന് മടക്കി അടുക്കി നമുക്ക് പെറുക്കി വെക്കാം. കണ്ടോ, ഞാൻ നീങ്ങുന്നതനുസരിച്ച് നീങ്ങും. ഇതൊരു പുതിയൊരു സാധനമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വാങ്ങിച്ചു തന്നാൽ. പക്ഷെ ഇപ്പോഴാണ് ഞാനത് യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ, ഇപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങൊക്കെ അതൊക്കെയാണ്. ഇതിനകത്ത് ആകെ കുറച്ച് സാധനങ്ങൾ ഉള്ളു. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തോന്നുന്നു അതെന്തോ കുറേ സാധനമുള്ള പോലെ. ഇനി നമുക്കിതിരുന്ന് ഇതൊന്ന് ജസ്റ്റ് അടുക്കി ഒന്ന് വയ്ക്കാം. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓൾറെഡി ഞാൻ 9th മന്തിലാണ്. അപ്പം എപ്പോൾ വേണേലും ഹോസ്പിറ്റലിലോട്ട് ഓടാം എന്നുള്ള അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ അന്നേരമാണ് ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വന്നത്. അപ്പോൾ ഞാൻ കുറേ സ്ഥലത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് പല സാധനങ്ങൾ ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് ഇപ്പം നമുക്കൊരു പാഴ്സൽ വന്നു. ഇനിയിപ്പോൾ എനിക്കൊന്നൊരു 2-3 പാഴ്സൽ വരാനുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ചെയ്യത്തില്ല, എനിക്കറിയില്ല. എന്താണെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് കുഞ്ഞിൻ്റെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഞാനിപ്പം
കുറച്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ല, അതിൻ്റെ ഒരു കിതപ്പാണ്. ഇത് കുഞ്ഞിന് തലയിൽ വയ്ക്കാനുള്ള ക്യാപ്പും പിന്നെ എന്തായിരുന്നു മിറ്റൻസും കയ്യിലിടുന്നതും കാലിലിടുന്ന സോക്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് തൽക്കാലം ഇപ്പോൾ പറയാം. ഞാൻ ഇതൊക്കെ ഇനി പഠിക്കും, ഞാൻ ഇതൊക്കെ ഇനി പ്രോ ആവാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഒരു 2 സെറ്റ് ഉണ്ട്. ഇത് ടോട്ടൽ ഒരു 36 സെറ്റ് സാധനങ്ങൾ വരുന്ന ഒരു കോംബോ ഹോസ്പിറ്റൽ കിറ്റോ അങ്ങനെ ന്യൂ ബോൺ എസെൻഷ്യൽസ് ഹോസ്പിറ്റൽ കിറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ കുഞ്ഞിനെ ബെഡിലൊക്കെ കിടത്തുമ്പോഴത്തേക്കിന് വാട്ടർ പ്രൂഫായിട്ടുള്ള ബ്രീത്തബിൾ ബെഡ് പ്രൊട്ടക്ടറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 15 സെറ്റ് ജബ്ലാസ് ആണ്. ഇതിന് കെട്ടുടുപ്പെന്നാണ് ഞാൻ അറിഞ്ഞിരുന്ന സംഭവം. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് ജബ്ലാസ് എന്ന് പറഞ്ഞൊരു പേരും കൂടെ ഉണ്ടെന്ന്. ഇത് നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ, ഇതെന്തിനാണ് ഈ ബെൽറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അത് ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം, ഇതെന്തിനാണ് ഈ ഒരു സാധനം എന്നുള്ളത്. പല പല സാധനങ്ങളും ഇങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മറ്റേ കുഞ്ഞിന് എന്താ ഹൂഡഡ് ബ്ലാങ്കറ്റ്, അതെല്ലാം എഴുതി വെക്കണ്ടായിരുന്നു. അത് കുഞ്ഞിൻ്റെ തല ഇങ്ങനെ മൂടിയിട്ട് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കില്ലേ, അത്. പക്ഷെ എനിക്ക് നല്ല രസമുണ്ടല്ലോ ഇതിൻ്റെ പ്രിൻറ്റ് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റ്. എല്ലാ മെറ്റീരിയലും നല്ല സോഫ്റ്റാട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലുമാണ്. പിന്നെ വരുന്നത് കുറേ നാപ്പി, സ്വാഡൽ, നാപ്പി ക്ലോത്ത്, അങ്ങനെ പറഞ്ഞ എന്തൊക്കെയോ കുറേ സാധനങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഞാനിതെല്ലാം സെർച്ച് ചെയ്ത് നോക്കണം. ഇത് എനിക്ക് തോന്നിങ്ങനെ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ വീഴുമ്പം നമ്മളിങ്ങനെ തുടയ്ക്കുന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതും 2 നാപ്പി ടിഷ്യൂ നാപ്കിൻസ് പോലത്തെ 2 ഇതാണ്. ഇതിൻ്റെയൊക്കെ പ്രിൻറ്റ് നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര സട്ടിലായിട്ടുള്ള കളറാണ്, നല്ല ഫാബ്രിക്കാണ്, ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇത് മറ്റേ കുഞ്ഞിന് കെട്ടിക്കൊടുക്കുന്ന ഡയപ്പർ പോലത്തെ തുണിയുടെയാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഓൾറെഡി അല്ലാതെ കുറച്ച് നമ്മൾ ഈ തുണി കുറച്ച് വാങ്ങിച്ചിട്ട് ഞാനത് കട്ട് ചെയ്യിച്ച് വെച്ചിട്ടുണ്ട്, കഴുകി കട്ട് ചെയ്യിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ടും, എന്തോ ഒരു തോർത്ത്. പിന്നെ ഇതും കുഞ്ഞിനെ ചിലപ്പോൾ തുടപ്പിക്കാനൊക്കെ ഉള്ളതായിരിക്കും, കുറച്ച് സോഫ്റ്റാണ്. ഇതും എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ പല പല ടൈപ്പ് തുണികളാണ്. പിന്നെ ആ പല പല ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്കറിയായിരിക്കും ഇതൊക്കെ എന്തുവാണെന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇത് ബ്ലാങ്കറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, കുഞ്ഞ് ബ്ലാങ്കറ്റ്. പക്ഷേ ഇത് എന്താ പറയുന്നത്, ഇത് നല്ല സോഫ്റ്റാണ്, നല്ലൊരു പ്രിൻറ്റും ഒക്കെയാണ് ഇതിനകത്തും വരുന്നത്. ഞാൻ വേറൊരു വീഡിയോ എടുത്ത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പം എന്താണെങ്കിലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ ഇതും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഞാൻ എടുത്തതാണ്. ഇനി ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണം. തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മുടെ ബെഡ്, നെസ്റ്റ് പോലത്തെ ബെഡ്, അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ.